വെട്ടുതുണി ഉപയോഗിച്ച് 9 വയസ്സുള്ള കുട്ടിക്ക് ഫ്രില്ല് വെച്ച ഫ്രോക്കാണ് തയ്ക്കുന്നത്. സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ലാത്ത ഏതൊരാൾക്കും ഇത് തയ്ക്കാം. കാരണം ഞാനും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് കൂടിയാണ് അത് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് യോക്ക് പാർട്ട് തയ്ച്ചെടുക്കാം. ഇനി ഇത് മറിച്ചെടുക്കുന്നതിന് മുൻപായി കൈക്കുഴിയുടെ ഭാഗം ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് തിരിച്ചെടുക്കാം. പോയിൻ്റ് വരുന്നിടം മുനയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് കുത്തിയെടുക്കണം. എൻ്റെ കയ്യിൽ കിട്ടിയതിപ്പോൾ ഒരു ടെസ്റ്ററാണ്. ഇനി നമുക്ക് 4 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നതിൽ 1.5 ഇഞ്ച് അടയാളം ചെയ്ത് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഫ്രില്ലിനാണ്. ഇനി ഇതിൻ്റെ നല്ല വശം കട്ട് ചെയ്യാത്ത ഭാഗം 4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. കട്ട് ചെയ്ത ഭാഗം നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് ചുരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു 3 ഇഞ്ച് വീതിക്ക് നമ്മളൊരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ മടക്കി എടുത്തിട്ട് അതിനുള്ളിലേക്ക് കടത്തി വെച്ച് തയ്ച്ചെടുക്കണം. ഇനി നമ്മൾ യോക്ക് പാർട്ടിൽ സെൻട്രയിൽ നിന്നും 2 ഇഞ്ച് അടയാളം ചെയ്ത് അവിടെ നിന്നും മുകളിലേക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് 1 ഇഞ്ച് അടയാളം ചെയ്ത് അവിടേക്കാണ് ഫ്രില്ല് തയ്ച്ച് പിടിപ്പിക്കുന്നത്. ഒരു കാണി ഇട്ട് നമ്മൾ തിരിച്ച് വീണ്ടും താഴേക്ക്. ഇതുപോലെ തന്നെ പുറകു ഭാഗവും തയ്ച്ചെടുക്കണം. ഇനി നമുക്ക് ബോട്ടം ഭാഗം 100 വിട്ടെടുക്കാം. 1 ഇഞ്ച് വിട്ട് ചെറിയ ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് 1-2 തവണയൊക്കെ ഇടണ്ടായിട്ട് വരും, എന്നാലേ കറക്റ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കണം. ഒരു 3.5 ഇഞ്ചോളം കൂടുതലുണ്ട്. 17 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു 3 ഞുറുകും കൂടെ ഇട്ട് കൊടുക്കാം. ശരിയായി കാണും. ഇനി നമുക്കിതിന് മുകളിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് 100 വിട്ടെടുക്കാം. അത് അല്പം കൂടി അകലത്തിൽ ചെറിയ ചെറിയ ഞുറുകുകൾ ഇട്ട് കൊടുക്കണം. അപ്പം അത് നമ്മൾ 100 വിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാം. ശ്രദ്ധിച്ച്, തുടക്കക്കാരാകുമ്പോൾ ശ്രദ്ധിച്ച് ആണ് ചെയ്യുന്നത്. ഫ്രില്ല് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
ഒരു വള്ളിക്ക് വേണ്ടി ഒരു 3 ഇഞ്ച് വീതിക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സൈഡിൽ 1 ഇഞ്ചും മറ്റേ സൈഡിൽ 1.5 ഇഞ്ചുമായിട്ട് വരച്ചെടുത്തതാണ്. അത് നമുക്ക് തയ്ച്ച് എടുക്കാം. അത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അടുത്തതും തയ്ച്ചെടുക്കണം. ഇനി അധികമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി വള്ളി യോക്കിൻ്റെ ഭാഗത്തായിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. ഇതുപോലെ അടുത്ത വശവും ചെയ്യണം. ബോട്ടം ഭാഗം ലാസ്റ്റ് പീസാണ് നമ്മൾ തയ്ക്കുന്നത്. അത് തയ്ച്ചു. ഇനി അതിൻ്റെ അടിവശം ഒന്ന് കാലിഞ്ച് വീതിക്കൊന്ന് തയ്ച്ചെടുക്കാം. 1/4 ഇഞ്ച് വീതിയാകാം. തുണി കുറവായതുകൊണ്ടാണ് 1/4 ഇഞ്ച് വീതിയായി നിർത്തിയത്. ഇനി നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് വള്ളി കറക്റ്റായിട്ട് നോക്കി വയ്ക്കണം. അകത്തോട്ട് കൃത്യമായിട്ട് എടുത്ത് വയ്ക്കണം വള്ളി. അല്ലെങ്കിൽ ചിലപ്പോൾ കാണാവിടാൻ ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. രണ്ട് ഭാഗത്തിൻ്റെയും ജോയിൻറ്റുകളെല്ലാം ഏകദേശം കൃത്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തയ്യൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് കറങ്ങാൻ പറഞ്ഞതാണ്, പമ്പരം പോലെ കറങ്ങിക്കളഞ്ഞു.